പിരമിഡ്. മനുഷ്യൻ ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഇന്നും പിരമിഡുകളെ കുറിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് 4500 വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച നമ്മൾ ഇന്നും കാണുന്ന പിരമിഡിന്റെ വിശേഷങ്ങളാണ്. നമ്മുടെ ഭൂമിയിലുള്ള എഞ്ചിനീയറിംഗിന്റെ ചരിത്രം നോക്കിയാൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. സമുദ്രത്തിനടിയിൽ ടണലുകൾ ഉണ്ടാക്കി 2 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ദ ഗ്രേറ്റ് പിരമിഡ്, ഇതിനെക്കുറിച്ച് മനുഷ്യൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ്. പിരമിഡിനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയർമാർ പോലും അതിശയിച്ചു പോകുന്നു. 4500 വർഷങ്ങളായി ലോകത്തിലെ എല്ലാ ടെക്നോളജിയെയും വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രഹസ്യം തന്നെയാണ് ഈ പിരമിഡുകൾ. മനുഷ്യൻ ഭൂമിയിൽ ഇത്രയും പുരോഗതി കൈവരിച്ചിട്ടും ഇന്നും ഇതുപോലുള്ള ഒരു പിരമിഡ് ഇനി പണിയാൻ കഴിയുമോ എന്നത് പലരും ചിന്തിക്കുന്നു. കേൾക്കാൻ ഇത് എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും യാഥാർത്ഥ്യം ഇതിന്റെ വളരെ ഭയാനകവും അതീവ ചിലവേറിയതുമാണ്. ഒരുപക്ഷെ വരും വർഷങ്ങളിൽ ഇനി ഇതുപോലുള്ള ഒരു പിരമിഡ് മനുഷ്യന് നിർമ്മിക്കണമെങ്കിൽ എത്ര സമയമെടുക്കും? ഇതിനായി എന്തെല്ലാം വെല്ലുവിളികൾ നേരിടേണ്ടി വരും? ഇനി ഇതിനെല്ലാം അപ്പുറത്തേക്ക് എത്ര പണം ചിലവാക്കേണ്ടി വരും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതാണ് കെയ്റോ, ഈജിപ്തിന്റെ തലസ്ഥാനം. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ ബുദ്ധിയെ അതിശയിപ്പിച്ച മഹത്തായ പിരമിഡുകളുടെ നിഴലിൽ നിലകൊള്ളുന്ന നഗരം. ഗിസ മരുഭൂമിയിലുള്ള പിരമിഡുകൾ ഈജിപ്തിലെ ശക്തരായ ഭരണാധികാരികളുടെ അടയാളങ്ങളാണ്. അവയിൽ ഏറ്റവും വലുതും അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പിരമിഡാണ് ഫറോ കുഫുവിന്റെ പിരമിഡ്. ഇന്ന് ലോകത്ത് ഒരു പിരമിഡ് പണിയാൻ കഴിയുമെങ്കിൽ ലോകത്ത് എന്തും പണിയാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. 147 മീറ്റർ ഉയരവും 12 ഏക്കർ വിസ്തൃതിയുമുള്ള ഈ ഭീമൻ ഘടനം ഏകദേശം 40 നില കെട്ടിടത്തിന്റെ ഉയരമുള്ളതാണ്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 12 ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വീതിയാണ് ഇതിനുള്ളത്. ഏകദേശം 60 ലക്ഷം ടൺ ഭാരമുള്ള ഈ പാറക്കെട്ട് 23 ലക്ഷം വലിയ കല്ല് ബ്ലോക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ബ്ലോക്കും കുറഞ്ഞത് 2 ടണ്ണ് മുതൽ പരമാവധി 60 ടണ്ണ് വരെ ഭാരമുള്ളതാണ്. പ്രശസ്ത ഈജിപ്ഷ്യൻ പുരാവസ്തു ഗവേഷകനായ സാഹി ഹവാസ് പറയുന്നത് ഈജിപ്തുകാർ പിരമിഡുകൾ നിർമ്മിച്ചിട്ടില്ല, പകരം പിരമിഡുകളാണ് ഈജിപ്തിനെ നിർമ്മിച്ചതെന്നാണ്. അവ നിർമ്മിക്കാൻ ഉപയോഗിച്ച എഞ്ചിനീയറിംഗിന്റെ വൈവിധ്യം ഇന്നും ഒരു രഹസ്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇത് കേട്ടപ്പോൾ എനിക്കിപ്പോൾ വന്നൊരു ചോദ്യമാണ്, 4500 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഇത് ചെയ്തെങ്കിൽ നമ്മൾ ഇന്ന് അത്രയേറെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് ജീവിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നമുക്കിത് ചെയ്യാൻ കഴിയാത്തതെന്ന്. അതിന്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാധിക്കില്ല, അല്ലെങ്കിൽ കഴിയില്ല. ഇതുപോലുള്ള ഒരു പിരമിഡ് പണിയാനുള്ള ഉദ്ദേശം, കാരണം എന്ന് പറയുന്നത് പുരാതന ഈജിപ്തുകാർക്ക് ഇതൊരു മതപരമായ ദൗത്യമായിരുന്നു. അവരുടെ രാജാക്കന്മാരുടെ മരണശേഷമുള്ള ശവകുടീരങ്ങൾ എന്ന നിലയിലാണ് പിരമിഡുകൾ നിർമ്മിച്ചിരുന്നത്. ഇതിനായി അവർ തങ്ങളുടെ രാജാവിനായി അസാധാരണമായ ആവേശത്തോടെയും വിശ്വാസത്തോടെയും പ്രവർത്തിച്ചു. പിരമിഡ് ഇതുപോലെ പുറത്തു നിന്ന് കാണുമ്പോൾ വളരെ ലളിതമായി തോന്നാം, പക്ഷേ ഇത് ലോകത്തിലെ ഏത് മെഗാ പ്രൊജക്ടിനേക്കാളും ചിലവേറിയതാണ്. ഇന്ന് നമ്മൾ ഇതുപോലുള്ള ഒരു പിരമിഡ് പണിയണമെന്ന് കരുതാം. അതായത് 4500 വർഷങ്ങൾ കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നിലകൊള്ളുന്ന ഒരു പിരമിഡ്. ആദ്യം തന്നെ ഇതിന്റെ വലിയൊരു വെല്ലുവിളി എന്താണെന്നാൽ പണം, ചിലവ് തന്നെയാണ്. തൊട്ടടുത്ത രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഭൂമി, ഇതിന്റെ സ്ഥലം തിരഞ്ഞെടുക്കലാണ്. 60 ലക്ഷം ടൺ ഭാരമുള്ള ഒരു ഘടന സ്ഥാപിക്കാൻ സാധാരണയായിട്ട് ഈ പറഞ്ഞ ഭൂമി പോരാ. അതായത് ഏകദേശം 60 ലക്ഷം കാറുകളുടെ ഭാരത്തിനൊപ്പമാണിത്. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബുർജ് ഖലീഫയുടെ ആകെ ഭാരം പോലും ഇതിന്റെ 8% മാത്രമാണ്. ഇതിനായി ഭൂമി തിരഞ്ഞെടുക്കുന്ന സ്ഥലം ശക്തമല്ലെങ്കിൽ പിരമിഡ് നിലത്ത് താണുപോകും. പുരാതന ഈജിപ്തുകാർക്കും ഈ ഒരു കാര്യം മനസ്സിലായിരുന്നു. ബെൻഡ് പിരമിഡ് എന്ന് പേരുള്ള ഒരു പിരമിഡ് ഇന്ന് ഈജിപ്തിലുണ്ട്. ഈ പിരമിഡ് അല്പം വളഞ്ഞ രൂപത്തിൽ കാണപ്പെടുന്നത് താഴെയുള്ള ഭൂമിയുടെ പ്രശ്നങ്ങളാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പിരമിഡ് നിർമ്മിക്കാനായിട്ട് സ്ഥിരതയുള്ള ടെക്ടോണിക് പ്ലേറ്റുകളുള്ള ശക്തമായ ഭൂമിയാണ് ഇതിന് വേണ്ടത്. മുമ്പ് പറഞ്ഞ ഗിസ മരുഭൂമിയിൽ ഇതുപോലുള്ള ഒരു പിരമിഡ് നിർമ്മിക്കാനായിട്ട് 13 ഏക്കർ ഭൂമി വാങ്ങാനും നിയമാനുമതികൾക്കും ഒക്കെയായിട്ട് ഏകദേശം 100 മുതൽ 120 മില്യൺ ഡോളർ വരെ പണം ചിലവാകും. തുടർന്ന് ഭൂമിയുടെ 200 അടി താഴേക്ക് വരെ
അതുപോലെ സ്കാൻ ചെയ്യുകയും വേണം. ഭൂകമ്പം വന്നാലും ഈ ഘടനയ്ക്ക് പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കണം. ഇതിന് മാത്രം ഏകദേശം $5 മില്യൺ പണം ചിലവാകും. പിന്നീട് ലേസർ ലെവലിംഗ് ഉപയോഗിച്ച് ഭൂമി 1 മില്ലിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ സമമാക്കണം. കാരണം അടിത്തറ ഉണ്ടാക്കുമ്പോൾ 1 മില്ലിമീറ്റർ തെറ്റുണ്ടെങ്കിൽ മുകളിലേക്ക് എത്തുമ്പോൾ അത് വലിയ ചെരിവായി മാറും. അത് കഴിഞ്ഞ് 4 മീറ്റർ കട്ടിയുള്ള റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ഇടണം. അതായത് ഇങ്ങനെ ഫൗണ്ടേഷന് മാത്രം 5 ലക്ഷം ടൺ കോൺക്രീറ്റ് വേണം. അതുപോലെ ലക്ഷക്കണക്കിന് സിമന്റ് ചാക്കുകളും 100 കണക്കിന് കോൺക്രീറ്റ് ട്രക്കുകളും 1000കണക്കിന് തൊഴിലാളികളും ഓരോ ദിവസവും മുടക്കില്ലാതെ പണിയെടുത്താൽ മാത്രമാണ് ഇത്തരം ഒരു പിരമിഡ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മുമ്പ് പറഞ്ഞ ആ കോൺക്രീറ്റ് ഫൗണ്ടേഷന്റെ അതിന്റെ മാത്രം ചിലവെന്ന് പറയുന്നത് $400 മില്യൺ ആണ്. അടുത്തതായി ഇത് നിർമ്മിക്കാനുള്ള ഗിസ മരുഭൂമിയിലെ സ്ഥലത്തിന്റെ വില മാത്രം $120 മില്യൺ ആണ്. അത് കഴിഞ്ഞ് ഇത് ഇവിടെ നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ള ലേസർ സ്കാനിങ്ങിനായിട്ട് $50 മില്യൺ വേണം. അതായത് ആകെ $550 മില്യൺ ആണ് ഇതിന്റെ ഫൗണ്ടേഷൻ ലെവലിനായിട്ട് ചിലവാക്കേണ്ടത്. ചെറിയൊരു അത്ഭുതം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇതിന്റെ ഒരു കല്ല് പോലും വെച്ചിട്ടില്ല. അപ്പോഴേക്കാണ് ഇത്രയും വലിയ ചിലവ്. അടുത്ത ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇതിന്റെ കല്ലുകളാണ്. 23 ലക്ഷം കല്ലുകളാണ് ഇത്തരം ഒരു പിരമിഡ് നിർമ്മിക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇന്ന് നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ കല്ല് ഫാക്ടറികളിൽ പോലും ഒരു ദിവസം 100 വലിയ കല്ലുകൾ മാത്രമാണ് കട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു വേഗത്തിൽ ഈ പറഞ്ഞ 23 ലക്ഷം കല്ലുകൾ തയ്യാറാക്കണമെങ്കിൽ അതിന് മാത്രം 63 വർഷം സമയമെടുക്കും. ഇനി ഈ പറഞ്ഞ 65 വർഷത്തിൽ നിന്നും കുറച്ച് 5 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ കല്ലുകൾ കട്ട് ചെയ്യണമെങ്കിൽ 250ഓളം വരുന്ന വലിയ ഡയമണ്ട് വെയർ കട്ടിംഗ് മെഷീനുകൾ ഇതിനായി രാത്രിയും പകലും ഒരുപോലെ പ്രവർത്തിപ്പിക്കണം. ഇതിന്റെ ഈ പറഞ്ഞ ഓരോ മെഷീനിനും മില്യൺ കണക്കിന് കോടിക്കണക്കിന് വിലയുള്ളതാണ്. അതിന്റെ ലൈം സ്റ്റോണിന്റെയും ഗ്രാനൈറ്റിന്റെയും മാത്രം ആകെ ഒരു ചിലവെന്ന് പറയുന്നത് ഏകദേശം $1 ബില്യൺ ആണ്. നമ്മളൊന്ന് ബുർജ് ഖലീഫ നിർമ്മിക്കാൻ മാത്രം ഏകദേശം $1.5 ബില്യൺ മാത്രമാണ് ചിലവായിട്ടുള്ളത്. അടുത്തതായി ഈ പറഞ്ഞ കട്ടിംഗ് മെഷീനുകളും അല്ലാതെ ലേസർ മെഷീനുകളും ഒക്കെ പ്രവർത്തിക്കാനായിട്ടുള്ള വൈദ്യുതിയുടെ ചിലവാണ്. ഈ മെഷീനുകളെല്ലാം ഉപയോഗിക്കുന്ന വൈദ്യുതി ഒരു രാജ്യത്ത് തന്നെ ഒരു ദിവസം ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. അതായത് 5 വർഷം കഴിയുമ്പോഴേക്കും ഇത്തരം വൈദ്യുതിയുടെ ചിലവ് മാത്രം എന്ന് പറയുന്നത് ഏകദേശം $155 മില്യൺ ആണ്. അടുത്തതായി വരുന്നതാണ് ട്രാൻസ്പോർട്ട്. അതായത് ഈജിപ്തിലെ അസുവാൻ സിറ്റിയിൽ നിന്ന് ഗീസ വരെ ഏകദേശം 900 കിലോമീറ്റർ ദൂരമുണ്ട്. മുമ്പ് പറഞ്ഞ 60 ലക്ഷം ടൺ കല്ലുകൾ കൊണ്ടുപോകാനായിട്ട് 1000കണക്കിന് ഹെവി ട്രക്കുകൾ വേണം. ഇതിനായിട്ട് ട്രാൻസ്പോർട്ടിന്റെ ഒരു ചിലവ് മാത്രം എന്ന് പറയുന്നത് ഏകദേശം $200 മില്യൺ ആണ്. ഇപ്പോൾ ഇതുവരെ മൊത്തം പറഞ്ഞതിന്റെ ഏകദേശം ആകെ ഒരു ചിലവെന്ന് പറയുന്നത് $2 ബില്യൺ അധികമാണ്. പക്ഷേ ഏറ്റവും ഇതിൽ പ്രയാസമുള്ള മറ്റൊരു ഘട്ടം ഇനിയും ബാക്കിയുണ്ട്. അതാണ് ഇതുപോലെ കല്ലുകൾ ഓരോന്നോരോന്നായി അടുക്കി 147 മീറ്റർ ഉയരമുള്ള പിരമിഡ് നിർമ്മിക്കൽ. ഇങ്ങനെ ഉയരം കൂടുന്തോറും 80 ടൺ ഭാരമുള്ള ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ ഉയർത്താനായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രെയിനുകൾക്ക് പോലും സാധിക്കില്ല. ഇതിനായി ഒരു കൂട്ടം പ്രത്യേക ടവർ ട്രെയിനുകളുടെ ഒരു ശൃംഖല തന്നെ നിർമ്മിക്കേണ്ടതുണ്ട്. ഇവയുടെ വാടകയും മെയിന്റനൻസും ചാർജുകൾക്കുമൊക്കെയായിട്ട് ഏകദേശം $300 മില്യൺ ചിലവ് വരും. അടുത്തതായി നമ്മൾ ഇതുവരെ പറയാത്ത മറ്റൊന്നാണ് തൊഴിലാളികൾ. 3000ഓളം വരുന്ന തൊഴിലാളികൾ, എഞ്ചിനീയർമാർ, സുരക്ഷ, ഇൻഷുറൻസ് ഇതെല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്നതിനായിട്ട് ഏകദേശം $400 മില്യൺ ചിലവ് വരും. ഇങ്ങനെ ഇതുവരെ പറഞ്ഞ രീതിയിലൂടെ എല്ലാം പോവുകയാണെങ്കിൽ ഏകദേശം 8 വർഷങ്ങൾ സമയമെടുക്കും ഇതുപോലെ ചെറിയൊരു പിരമിഡ് നിർമ്മിക്കാനായിട്ട്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള പിരമിഡുകൾ അല്ലായിരുന്നു പഴയ കാലത്ത്. അവയുടെ പുറത്ത് വെളുത്ത നിറത്തിലുള്ള ലിമോസ്റ്റിൻ കൊണ്ടുള്ള മിനുസമുള്ള ഒരു പുറം ഭാഗം കവചം ഉണ്ടായിരുന്നു. സൂര്യപ്രകാശത്തിൽ ഈ പറഞ്ഞ കവചം ദൂരത്ത് നിന്ന് കാണുമ്പോൾ പോലും തിളങ്ങുമായിരുന്നു. ഇതുപോലെ പുറം കവചം ഇന്ന് നമ്മൾ പറഞ്ഞ പിരമിഡിൽ നിർമ്മിക്കണമെങ്കിൽ അതിന്റെ ചിലവ് $250 മില്യൺ ആണ്. അപ്പോൾ ആകെ മൊത്തം ചിലവ് വന്നിട്ടുള്ളത് $2.95 ബില്യൺ ആണ്. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ കണക്കുകളിലൊന്നും പെടാത്ത റോഡ് ടാക്സ്, പ്രത്യേകം പവർ പ്ലാന്റുകള്, അധിക സുരക്ഷ തുടങ്ങിയ ചെലവുകൾക്കൊന്നും വരുന്ന പണം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോ ഈ പറഞ്ഞ കണക്കുകളെല്ലാം ഒരു കാര്യം തെളിയിക്കുന്നുണ്ട്. ഇന്നത്തെ അത്യാധുനിക ടെക്നോളജിയോട് കൂടിയിട്ട് പോലും ഈ പറഞ്ഞ ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം 4500 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ നിർമ്മിച്ചത് എങ്ങനെയായിരിക്കും? അതാണ് ഇന്നും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന
ജീവിക്കുന്ന ഈ മനുഷ്യന് പോലും ആ ഒരു കാര്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് പിരമിഡിന്റെ ഏറ്റവും വലിയ രഹസ്യമായി നിഗൂഢതയായി ഇന്നും തുടരുന്നതും. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അപ്പോ നാളെ അടുത്തൊരു വീഡിയോയുമായി കാണാം.